എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശ്വര നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 17-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 9:17. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനന്യാസിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശൗലിന് കൂട്ടായ്മയുടെ വലങ്കൈ നൽകുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയായിരുന്നു അനന്യാസ്. ദമസ്കോസിൽ കിഴക്ക് പടിഞ്ഞാറ് എത്തിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരന്നു കിടക്കുന്ന വിശാലമായ നേർവീഥി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിൽ ശൗൽ പാർക്കുകയായിരുന്നു. ദമസ്കോസ് സംഭവത്തെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. ശൗലിനെ സന്ദർശിക്കാൻ ദൈവം അനന്യാസിന് നിർദ്ദേശം നൽകി. ശൗലിൻ്റെ പൂർവ്വ ചരിത്രവും ദമസ്കോസ് യാത്രയുടെ ഉദ്ദേശവും അറിയാമായിരുന്നതുകൊണ്ട് സ്വാഭാവികമായി അനന്യാസ് അല്പം വൈമനസ്യം കാട്ടിയിരിക്കാം. എന്നാൽ പോകുക, ഈ ഒരു ദൗത്യം വഹിപ്പാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു എന്നായി ഉറപ്പായി ഒരു കൽപ്പന ലഭിച്ചതുകൊണ്ട് അങ്ങനെ അനുസരിച്ച് അനന്യാസ് പോവുകയാണ്. അനന്യാസ് യൂദയുടെ വീട്ടിൽ ചെന്ന് ശൗലിൻ്റെ മേൽ കൈവച്ചു. കണ്ണ് കാണാതിരിക്കുന്ന ആൾ. 3 ദിവസമായി കണ്ണിന് കാഴ്ചയില്ല. നേരെ മുമ്പിൽ നിൽക്കുന്ന അനന്യാസിനെ കാണാൻ ശൗലിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഐക്യവും വ്യക്തമാക്കാൻ കൈവപ്പ് സഹായിക്കുന്നു. കാഴ്ചയില്ലാത്തവനെ തൊട്ട് സൗഖ്യമാക്കി. മാനസാന്തരത്തിന് ശേഷം ഒരു ക്രിസ്തുവിശ്വാസിയുടെ നാവിൽ നിന്ന് കേട്ട ആദ്യത്തെ വാക്ക് സഹോദര ശൗലേ. സഹോദര്യത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊങ്ങിയ വാക്കുകൾ. ഇത് ഒരു ഇമ്പഗാനമായി ശൗലിന് അനുഭവപ്പെട്ടിരിക്കാം. ബദ്ധശത്രുവായി കാട്ടുചെന്നായെപ്പോലെ ഓടിച്ചിട്ട് പിടിച്ച് പീഡിപ്പിച്ചവനെ സഹോദര എന്ന് വിളിച്ച് മാർവോടണച്ച് ക്രിസ്തുവിൽ സ്നേഹമില്ലാതെ നടന്ന മനുഷ്യനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ചേർത്ത് പിടിക്കുക. അതാണ് ക്രിസ്തു മാർഗം. അതാണ് ഈ മാർഗത്തിൻ്റെ സന്തോഷം. ശത്രുവിനെ മിത്രമാക്കി തീർക്കുന്ന സ്നേഹത്തിൻ്റെ മാർഗം. അതാണ് ആ മാർഗത്തിൻ്റെ ഒരു സുഖവും സന്തോഷവും പ്രത്യേകതയും. ശത്രുക്കളായി ഇരിക്കുന്ന ആളുകൾ, ക്രിസ്ത്യാനികളായി തീർന്നവരെ ഏത് തരത്തിലും ക്രൂരമായി പീഡിപ്പിക്കാൻ അധികാരപത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നുപോയ ശൗൽ, അപ്പോൾ ശത്രുവിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ മിത്രമാക്കി തീർക്കുന്ന വലിയ കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് അനന്യാസിലൂടെ കർത്താവ് ഇവിടെ നിറവേറ്റുന്നത്. ഒരു പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്ന എല്ലാവരെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാവാം. ഏതെങ്കിലും തരത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അത് നിലപാടുകളായാലും വിശ്വാസപരമായാലും എങ്ങനെയുമായിക്കൊള്ളട്ടെ, അകന്നു നിൽക്കുന്ന ശത്രു എന്ന് കരുതുന്ന ആളുകളെ മിത്രമാക്കി തീർക്കാൻ, ചേർത്ത് പിടിക്കാൻ കഴിയാത്തിടത്തോളം അങ്ങനെയുള്ളവരെ നേടാൻ നമുക്ക് സാധിക്കില്ല. 1999 ഒറീസയിലെ ബാരിപ്പഡായിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്ത ആസ്ട്രേലിയൻ മിഷണറി ആയിരുന്നല്ലോ സ്റ്റെയിൻസ്.
അദ്ദേഹത്തെയും 2 മക്കളെയും വാഹനത്തിലിട്ട് ചുട്ട് കരിച്ചവരോട് വിദ്വേഷം പുലർത്താതെ സ്നേഹിച്ചതും തുടർന്ന് അവിടെ തന്നെ ശുശ്രൂഷ ചെയ്യാൻ തുടരുവാൻ തീരുമാനിച്ച ഗ്ലാഡീസ് സ്റ്റെയിൻസ് ക്രിസ്തു സ്നേഹത്തിൻ്റെ ഇന്ന് വർത്തമാനകാലത്തിൻ്റെ ഒരു ആൾരൂപമാണ്. ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, അത് അപ്രകാരം അനുഷ്ഠിക്കുകയും ചെയ്ത മാർഗമാണ് ക്രിസ്തു മാർഗം. അത് നിരപ്പിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാർഗമാണ്. ശൗലിനു വേണ്ടി സഭ സ്തേഫാനോസിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മുൻപ് നമ്മൾ കണ്ടതാണ്. അതുപോലെ ശൗലിനു വേണ്ടി സഭ അനന്യാസിനോട് കടപ്പെട്ടിരിക്കുന്നു. ശൗലിൻ്റെ സ്ഥിരീകരണത്തിന് അനന്യാസ് വഹിച്ച പങ്ക് വളരെ ശ്രേഷ്ഠമാണ്. അനന്യാസ് is one of the forgotten heroes of the Christian church. സഭയിൽ വിസ്മൃതിയിൽ ആണ്ടുപോയ നേതാക്കന്മാരിൽ ഒരാളാണ് അനന്യാസ്. ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ടാവാം. മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാതെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ. ഇതൊരു നിസ്സാര കാര്യമല്ലല്ലോ. നമ്മെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ, വേട്ടയാടുന്നവർ, അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ മുൻപാകെയുണ്ട്. അവരോടുള്ള നമ്മുടെ സമീപനവും നിലപാടും എന്താണ് എന്നത് അനന്യാസിൻ്റെ ഈ ഒരു ശുശ്രൂഷയിലൂടെ നമുക്ക് വിലയിരുത്തപ്പെടാൻ സാധിക്കണം. നമ്മുടെ ഭവനത്തിൽ പോലും ശത്രുക്കളുണ്ട് എന്ന് തോന്നുന്ന കാലഘട്ടത്തിലാണ് ജീവിതം. സഹോദരങ്ങൾ തമ്മിൽ ശത്രുത്വം വെച്ച് പുലർത്തുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇത്തരത്തിലുള്ള ചില ശത്രുതകളുണ്ട്. കൂട്ടായ്മയുടെ കരങ്ങൾ നീട്ടാൻ, കൂട്ടായ്മയുടെ ശുശ്രൂഷ നടത്താൻ, വലം കൈ പിടിച്ച് ഉയർത്താൻ നമുക്ക് സാധിക്കണം. നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് ക്രിസ്തീയ മാർഗത്തിൻ്റെ പ്രത്യേകത. നമ്മൾ അമാർഗത്തിലാകുവാൻ ദൈവം നമുക്ക് വലിയ കൃപ ചെയ്തതോർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മറ്റുള്ളവരോട് സ്നേഹവായ്പോടെ ഇടപെടാൻ, ശൗലേ സഹോദര എന്ന് അനന്യാസ് വിളിച്ചതുപോലെ വിളിക്കാൻ നമുക്കിടയാകട്ടെ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം അടിയങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ആവശ്യങ്ങളിൽ വഴി നടത്തണമേ. അങ്ങയുടെ ആലോചന ഞങ്ങൾക്ക് പകരണമേ. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെയും കർത്താവിൻ്റെ സാന്നിധ്യം പകരണമേ. യാത്രയിൽ ഏർപ്പെടുന്നവരെയും മറ്റ് ശുശ്രൂഷകളായിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്. കഠിനമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതുവർഷം ആയുസ്സിൽ അവിടുന്ന് പകരണമേ. കുടുംബജീവിതത്തിൽ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ജീവിപ്പാൻ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. യേശു മശീഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.